എന്നെ ഏതു വിധേന എല്ലാരും സഹായിക്കണം. ഞങ്ങൾക്ക് ചികിത്സ സഹായത്തിനായാലും ഹോസ്പിറ്റലിൽ പോകാനായാലും യാതൊരു നിവൃത്തിയില്ല. വളരെയേറെ ദുഃഖകരമായ ജീവിതമാണ്. നമസ്കാരം. മൊയ്തു അഞ്ചലാണ്. ഇത് കൊല്ലം ജില്ലയിൽ പുനലൂർ താലൂക്കിൽ കരവാളൂർ പഞ്ചായത്തിലെ 4-ാം വാർഡിൽ താമസിക്കുന്ന ഷഹീനയും ഭർത്താവ് ഷറഫുമാണ്. ഷറഫ് കഴിഞ്ഞ 3 വർഷമായി ഇതേ കിടപ്പിലാണ്. അദ്ദേഹത്തിന് കിഡ്നി രോഗം ബാധിച്ച് അദ്ദേഹം കിടക്കയിൽ കഴിഞ്ഞു വരികയാണ്. ഒരു കാല് തളർന്ന് വളരെ ദുരിതം അനുഭവിച്ചു വരികയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഷഹീനയ്ക്കും വിവിധ രോഗങ്ങൾ പെട്ടിരിക്കുകയാണ്. അവരുടെ ബുദ്ധിമുട്ട് വളരെ സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്തെ ബുദ്ധിമുട്ടാണ്. നിർധനരായ ഇവർക്ക് ചികിത്സ സഹായം നൽകണമെന്നാണ് അവരുടെ ആവശ്യം. സുമനസുകൾ, ഇത് കാണുന്ന സുമനസുകൾ ഇവർക്ക് ചികിത്സ സഹായം നൽകണം എന്നുള്ള ഒരു അപേക്ഷയുമായിട്ടാണ് ഇപ്പോൾ ഷഹീന നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത്. ഞാൻ കൊല്ലം ജില്ലയില് പുനലൂരില് കരവാളൂർ പഞ്ചായത്തിലെയാണ് 4-ാം വാർഡിലാണ് ഞാൻ താമസിക്കുന്നത്. എന്റെ ഭർത്താവ് കിഡ്നി സംബന്ധമായിട്ട് 3 വർഷം കൊണ്ട് അസുഖത്തിലാണ്. പല സഹായങ്ങളും പലരിൽ നിന്നും ഉണ്ടായി. അങ്ങനെയൊക്കെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും വരികയും ചെയ്തു. ഇപ്പൊ തുടർന്ന് 1 വർഷമായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഒരു നിവർത്തിയില്ല. കൊറോണയുടെ സംബന്ധമായിട്ട് പോകാനൊക്കെ പറ്റുന്നില്ല. അപ്പൊ ഓരോ രാത്രികളിലും ആളിന് അസുഖം കൂടുമ്പോഴും പ്രശ്നങ്ങളാണ്. ഞാൻ തനിച്ചാണ്. ഒരു മകനുണ്ട്. പിന്നീടെന്നുള്ളത് കാല് തളർന്നു കിടക്കുകയാണ്. കിഡ്നി സംബന്ധമായിട്ട് ഇപ്പൊ അവർക്ക് എല്ലാ കാര്യങ്ങളും കിടക്കയിലാണ് ചെയ്യെടുക്കുകയും ചെയ്യുന്നത്. വളരെയേറെ ബുദ്ധിമുട്ടാണ്. ഭക്ഷണത്തിനായാലും വസ്ത്രത്തിനായാലും. പിന്നെ ഈ വീടൊരു പണയത്തിലുമാണ്. 1.5 ലക്ഷം രൂപ ഇതിന് പ്രമാണം പണയത്തിൽ വെച്ചിരിക്കുകയാണ്. ഒരു വീട്ടിലാണ്. അവരാണ് എന്തെങ്കിലും സഹായം നമുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്നെ ഏതു വിധേന എല്ലാരും സഹായിക്കണം. ഞങ്ങൾക്ക് ചികിത്സ സഹായത്തിനായാലും ഹോസ്പിറ്റലിൽ പോകാനായാലും യാതൊരു നിവൃത്തിയില്ല. വളരെയേറെ ദുഃഖകരമായ ജീവിതമാണ്. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാരോടും ഞങ്ങളെ സഹായിക്കണമെന്ന് മാത്രമാണ്. ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല. ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇറങ്ങി പോയിക്കൊണ്ടിരുന്നു. ഇപ്പൊ ഒന്നിനും പോകാൻ പറ്റാത്ത അവസ്ഥ. എനിക്ക് അസ്ഥി തേയ്മാനവും കൈക്ക് ഷോൾഡറിനൊക്കെ ഹെഡിന് തേയ്മാനം കാരണം ജോലി ചെയ്യാനൊന്നും പറ്റത്തില്ല. അങ്ങനെ മാനസികമായിട്ട് ഞങ്ങൾ 2 പേരും അസുഖത്തിന്റെ വക്കിലാണ്. മകനെ പിന്നെ സഹോദരി കൊണ്ട് നിർത്തിയൊക്കെയാണ്. ഞങ്ങൾക്ക് 3 നേരം ഭക്ഷണം കഴിക്കണമെങ്കിൽ അത് ആരെങ്കിലും തന്നാലേ ഉള്ളൂ. പലരും ഞങ്ങളെ സഹായിച്ച് ഇതുവരെയും പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടാണ്. മരുന്ന് വാങ്ങാനായാലും ഇഞ്ചക്ഷനും ഒക്കെ ആണെങ്കിലും എല്ലാത്തിനും പൈസയുടെ ആവശ്യം വേണം. അവർക്ക് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കാൻ പോലും ഒരു നിവൃത്തിയില്ല.